I know that you love me, darling, you don't have to say it. You know you can trust me. It's okay, it's complicated. Nervous trip over my words. You're so pretty, it hurts. Baby, I'm yours. Baby, I'm yours. Baby, I'm yours. നിങ്ങളൊരു കാര്യം ചെയ്യും, കുളിച്ചൊന്ന് ഫ്രഷ് ആവുക. ഡ്രസ്സ് ഞാൻ ആ റൂമിൽ വെച്ചിട്ടുണ്ട്. രണ്ടുപേർക്കും കൂടെ ആ റൂം യൂസ് ചെയ്യാവേ. മറ്റേത് എൻ്റെ സിസ്റ്ററിൻ്റെ റൂമാണ്. അല്ല, നമുക്ക് സാധനം ഇങ്ങോട്ട് വാങ്ങണോ അതോ അങ്ങോട്ട് ബാറിൽ തന്നെ പോകണോ? അതെന്തിനാണ് അങ്ങനെ ഒരു ജോലി? നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ വെറുതെ ഇരിക്കുന്നേ. ഈ 4 ചോറിൻ്റെ അകത്തിരുന്ന് കുടിക്കുന്നേക്കാളും നല്ലല്ലേ അങ്ങോട്ട് പോയി ഇപ്പം ആൾക്കാരെ കണ്ടു കുടിക്കുന്നു. ഇതാ മനുഷ്യരേക്ക് കണ്ടിച്ച് 3 വർഷമാണ് എത്തി കൊണ്ടുപോകണ. അല്ല, ഞാൻ ചോദിച്ചതാ, നിങ്ങൾ ഫ്രഷ് ആയിട്ടോ? അപ്പോഴത്തേക്കും ഞാൻ ഫ്രഷ് ആയിട്ടോ വാങ്ങി വന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞൊരു 4 ടിക്കറ്റ് എടുക്കാൻ പോയാൽ അവനും കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഫ്രഷ് ആയിട്ടോ. ഓക്കെ. പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രസ്സ് അങ്ങും എത്താത്തതാണോ അതോ കയറുന്നതെല്ലാം തന്നെയാണോ? അതൊക്കെ നിങ്ങൾക്ക് കയറും. ഞാൻ 2 ദിവസം മുമ്പേ വാങ്ങി വെച്ചതാ, നിങ്ങൾ വരുമ്പോൾ ഇടാനായിട്ട്. പോയി ഇട്ട് നോക്കും. എടാ അബി, എനിക്ക് മനസ്സിലാവാത്ത ഇവയെന്തിനാ നമ്മളെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതെന്നാ. നീ കേട്ടാവും പറഞ്ഞത്. 2 ദിവസം മുമ്പേ നമ്മൾ വരുന്നോണ്ട് വാങ്ങി വെച്ചതാണ്. ഇത്രയും ഡ്രസ്സോ? അവൻ പറഞ്ഞേക്കെ സത്യം തന്നെ ആയിരിക്കും. എന്തോ എനിക്കറിയത്തില്ല. ഒരു തേപ്പ് കിട്ടിയതിന് ശേഷം ആരെ കണ്ടാലും കള്ളമായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് നീ എൻ്റെ അടുത്ത് ചോദിക്കരുത്. എനിക്കിപ്പോൾ ഒരുത്തനെയും വിശ്വാസമില്ല. പിന്നെ അവനൊരു 4-5 പുതിയ ഡ്രസ്സ് തന്നിട്ടുണ്ട്. അത് 4 ഞാൻ എടുക്കും ഇവിടെ നിന്ന് പോകുമ്പോൾ. ഇപ്പോൾ ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം. ഈ തുണി എടുത്തോണ്ട് ഞാൻ വരത്തുള്ളൂ. കാരണം വെളിയിൽ പോയാൽ മാറാൻ പോലും തുണിയില്ല എൻ്റെ പൊന്ന് കാശി. അതുകൊണ്ട് ഇത് എടുത്തോണ്ട് വരാം. പോണോ? വേണ്ട, പോണ്ട. ഇതിനും വലുതൊക്കെ അനുഭവിച്ച് നമുക്ക് ഇതൊന്നും ഒന്നുമല്ലടാ. അവ ഇനി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളത് കണ്ണും അടച്ചങ്ങ് സ്വീകരിക്കും. നീ വാ, നമുക്ക് കുളിച്ചിട്ട് 2 എണ്ണം പോയി അടിക്കാം. അതടിച്ചിട്ട് അവനോട് ആ കഥ പറയാം. കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് അവനെന്താ നമ്മളോട് പറഞ്ഞ് കല്ലൂനെ റാമിനെ കാണാൻ പോകാനെന്ന്. അത് അങ്ങനെ അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും കുരുട്ടത്തരം കാണിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ അവനായിട്ട് തന്നെ ഇരിക്കും. നീ വാ, നോക്കാം എവിടം വരെ പോകുന്നു. കാശിയേട്ടാ, നിങ്ങൾ ഇറങ്ങിയില്ലേ? ടൈം കഴിഞ്ഞാൽ അവന്മാർ കയറ്റി വിടത്തില്ലേ? ഇറങ്ങിടാ, പോവാം. നിനക്ക് ഭയങ്കര സെലക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ചേരുന്ന ഡ്രസ്സ് തന്നെ നീയല്ലേ എടുത്ത് വെച്ചേക്കുന്നത്. അല്ല, ഞങ്ങൾ അളവൊക്കെ എങ്ങനെ അറിയാം? ജട്ടി വരെ നീ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അത് ശരിയാ. എൻ്റെ ജട്ടിയുടെ സൈസ് സ്മോളാന്ന് നിനക്കെങ്ങനെ അറിയാടാ? അത് പിന്നെ ഞാൻ ഒരു ഡിക്റ്റേറ്റീവ് അല്ലേ ചേട്ടൻ വരെ. അപ്പോൾ പിന്നെ തിരക്കുമ്പോൾ ജട്ടിയുടെ സൈസും കൂടെ തിരക്കൂലേ? സോറി. പോവാം, വണ്ടി താഴെ നിൽക്കുക. പോവാം. പോവാം. നിന്റെ കളിയാക്കലൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതാ പിച്ചാത്തി കയറ്റിയ കയ്യായത്, കയറ്റി കുത്തിക്കളയും. ആരെ? നിന്റെ അപ്പൂപ്പനെ? എടാ, ആ കൈ വെച്ച് നീ പിച്ചാത്തി എടുത്ത് ഒരു വെണ്ടയ്ക്ക പോലും അരിഞ്ഞിട്ടില്ല ജയിലിൽ കിടന്നപ്പോൾ. പിന്നെയാണ് അവൻ പിച്ചാത്തി കയറ്റിയ കൈ പോലും. എടാ, വല്ലതും ചെയ്തിട്ടാണ് അവിടെ പോയി കിടന്നിട്ട് ഈ ഡയലോഗ് അടിക്കണമെങ്കിലും കുഴപ്പമില്ല. ഒന്നിറങ്ങി വാടാ, മനുഷ്യനെ നാണം കിടത്താതെ. വേണ്ടായിരുന്നല്ലേ? ശേ, ഒട്ടും വേണ്ടായിരുന്നു. കാരണം അവൻ നിന്നെ കളിയാക്കി ചിരിച്ചു കൊണ്ടാ പോയത്, പേടിച്ചിട്ടല്ല കേട്ടാ. വാ. നമുക്കവിടെ പോയിരിക്കാം. അതിനാരിയ്ക്കുന്നു? 2 എണ്ണം അടിക്കുന്നവരെ ഞങ്ങൾ ഇരിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ കളിക്കാനാണ് പോകുന്നത്. എന്നിട്ട് വന്നിട്ട് നിൻ്റെ അടുത്ത് പറയണോ വേണ്ടത് ഞങ്ങൾ ആലോചിക്കാം കേട്ടാ. അല്ല കാശടാ, ദൈവമേ, കുരിശായ ആയിട്ടില്ല. പക്ഷേ മിക്കവാറും നീ കുരിശ് ചുമക്കേണ്ടി വരും. അപ്പം ഞാൻ പോയി ഒന്ന് കുടിച്ചിട്ട് വരാം. ഇതിനെയാണ് ഇക്കാലത്ത് ആർക്കും ഒരു ഉപകാരം ചെയ്യരുത് എന്ന് പറയുന്നത്. വിട്ടേക്കടാ. നീ പറഞ്ഞേക്ക് വെച്ച് നോക്കുമ്പോൾ ഇത്രയും നാളത്തെ എല്ലാ ഫ്രസ്ട്രേഷനും സങ്കടവും എല്ലാം ഇങ്ങനെ കളിച്ചൊന്ന് പോകുന്നെങ്കിൽ പോട്ടെ. കണ്ടറിയടാ, രണ്ടിനും നല്ല വിഷമമുണ്ട്. മനസ്സ് നിറയെ. നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മൾ ചതിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന ഉണ്ടല്ലോ, അത് അനുഭവിച്ചാലേ അറിയാവൂ.
നമുക്ക് അതിനുള്ള സിറ്റുവേഷൻ വരാത്തതുകൊണ്ട് നമുക്കതറിയില്ല. പക്ഷെ അവർക്കതറിയാം. അത്രേ ഉള്ളൂ വ്യത്യാസം. നീ ഒന്ന് കണ്ണടച്ചു കൊടുക്ക്. അവർ നമ്മളോടെല്ലാം പറയും. പറഞ്ഞാൽ മതിയായിരുന്നു. പൊന്നിച്ചായ ഇങ്ങനെ കുടിക്കല്ലേ, ഉള്ള കൂമ്പ് കാരണം കൂടെ വാടിപ്പോവും. നിർത്ത്. അതിനാവക സാധനങ്ങളൊക്കെ എൻ്റെ ഉണ്ടെങ്കിലല്ലേടാ വാടത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് പേടിക്കണ്ട. അതെന്താ ഇല്ലാത്ത? എൻ്റെ പൊന്നു ചേട്ടാ, ഇങ്ങനെ കുടിച്ച് ചാവാനാണെങ്കിൽ എല്ലാവരെ കൊണ്ടും പറ്റും. അത് ഒരു കാരണമല്ലാതെ. നിങ്ങൾക്ക് അങ്ങനെ അല്ലല്ലോ. നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളെ കാത്ത് 2 പേരുണ്ട് നിങ്ങളുടെ നാട്ടില്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങളിങ്ങനെ കുടിക്കാതിരുന്നൂടെ? ഇവനേതാടാ ഈ ചാപ്പിളി? നിന്റെ കൂട്ടുകാരനാ? നീ ഇരിയടാ അവിടെ, ഇരിയടാ. ഞാൻ പറഞ്ഞുതരാം, നിനക്ക് ഞാൻ പറഞ്ഞുതരാം എന്തിനാണ് അവൻ ഇത്ര എന്താ നീ പറഞ്ഞ? അവന് നെഞ്ചും കൂമ്പും കരളൊന്നും ഇല്ലാത്തതെന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഇരേ, നീ എന്തിനാളിയാ പറയണ? ഞാൻ പറയാം. അവിയുടെ ലൈഫിൽ കാശി, റാം, അവിയുടെ പാരൻസ്, ഇതൊക്കെ കഴിഞ്ഞാൽ ഇപ്പോഴും ഈ 3 years ഞാൻ ജയിലിൽ കിടന്നിട്ട് പോലും മായാത്തൊരാളുണ്ട്. ലൂയിസ് സ്റ്റീഫൻ തൈപ്പറം. ബിക്കോസ് ഐ ലവ് ഹിം മാഡ്ലി, ട്രൂലി, ഡീപ്ലി. എനിക്ക് അങ്ങേരെ അങ്ങോട്ട് മറക്കാൻ പറ്റണില്ലടാ. അങ്ങേരെ എൻ്റെ അടുത്ത് ചെറ്റത്തരം കാണിച്ചത് ശരിയാ. ഞാൻ എൻ്റെ കണ്ണോട്ട് കണ്ടതാ അങ്ങേര് വേറെ പെണ്ണിനോട് കിടക്കുന്നത്. പക്ഷെ അങ്ങേരെന്തോ കാന്തം പോലെ എന്നെ കട്ടി വലിച്ചിരിക്കുക. എനിക്ക് അങ്ങേരെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അങ്ങേരോടെ പോവില്ല. അങ്ങേരെ എൻ്റെ അടുത്ത് ചെയ്തത് തൊരുത്തൻ്റെ അടുത്തും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ്. അതുകൊണ്ട് ഞാൻ അങ്ങേരോടെ പോവേ ചെയ്യില്ല. ഇനി എന്തിനാ നിങ്ങൾ എന്നെ നോക്കിയെന്ന് എനിക്ക് മനസ്സിലായി. പറഞ്ഞുതരാം. എനിക്ക് അതിലൊരുത്തനെ, ആ വീട്ടിലൊരുത്തനെ എൻ്റെ ഓർമ്മ വെച്ച കാലം, അതായത് ഞാൻ എന്നവനെ കണ്ടോ അന്ന് തൊട്ട് ഇഷ്ടമെന്ന് പറഞ്ഞാൽ അവനോടുള്ള പോലെയൊന്നും അല്ല. എനിക്ക് അവനോടുള്ള ഫീലിങ്സ് എന്നെ കൊണ്ട് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ്. ഇപ്പോഴും യവൻ പറയുന്നു യവനെ ആ ലൂയിസ് സൂമ്പിച്ചതുപോലെ എന്നെയും ചതിച്ചെന്ന്. എനിക്കതങ്ങോട്ട് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ കണ്ണുകൊണ്ട് കാണാത്തൊന്നും വിശ്വസിക്കുന്ന ഒരുത്തനല്ല. എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ല. എന്നാലും ചേട്ടൻ അങ്ങനെയാണെങ്കിൽ അനിയനും അങ്ങനെ ആയിരിക്കുമല്ലോ എന്നൊരു ചിന്ത എൻ്റെ ഉണ്ട്. അതൊന്നുമല്ല എനിക്ക് വിഷമം. സ്റ്റീഫൻ അവൻ ചത്തില്ലേ, അവനെ എനിക്ക് കൊല്ലാൻ പറ്റിയില്ല. അവനെ എനിക്ക് കൊല്ലണമായിരുന്നു. എൻ്റെ 3 വർഷം എൻ്റെ കല്ലൂനെ കാണാതെ, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ലൂക്കെ കാണാതെ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ഒരുപാട് സ്വപ്നങ്ങൾ നേടാതെ എൻ്റെ 3 വർഷം അവൻ തിന്നത്. 3 വർഷം ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും കൊണ്ട് ഞാൻ ആ സണ്ണിയുടെ വീട്ടിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോഴാണ് ആ നായിൻ്റെ മോൻ അതെല്ലാം തല്ലിക്കെടുത്തിയത്. എന്ത് രസമല്ലേ ഇവിടം കാണാൻ. എൻ്റെ മോനിവിടെ ഭയങ്കര ഇഷ്ടമാണ്, ലൂക്കയ്ക്ക്. പണ്ടൊക്കെ അവൻ എൻ്റെ കൂടെ ഇവിടെ ഒരുപാട് വന്നിട്ടുണ്ട്. സണ്ണിയുടെ വീട്ടിൽ വരുമ്പോൾ
പിന്നെ നല്ല ഭംഗിയുണ്ടല്ലേ? ആ, നല്ല ഭംഗിയുണ്ട്. അല്ല, സാറെന്തിനാ ഇതുവരെ എന്നെ അവനെ ഇവിടെ വിളിച്ചതെന്ന് പറഞ്ഞില്ല? സാറിന് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ വിളിച്ചത്. ഈ ഹബിക്ക് എപ്പോഴും എല്ലാത്തിനും വാശിയാണല്ലോ കാശി. അതവന് മാത്രമല്ല, എനിക്കുണ്ട്. നിങ്ങളെന്താ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പറയാൻ നോക്ക്. നിങ്ങൾ വിളിച്ചു വന്നിട്ടുണ്ട്, പറ. ഓക്കെ റിലാക്സ്, പറയാം. ക്ലിയർ ആയിട്ടുള്ള കാര്യം വേറൊന്നുമല്ല, വിടുക, എൻ്റെ മക്കളെ വിടുക. ലൂക്ക ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ടു മീ. അവൻ എൻ്റെ മോനാണ്, എൻ്റെ അതേ കോണങ്ങൾ കിട്ടിയ മോൻ. അവനെ ഇങ്ങനെ ഒരു ഇതിൽ ഞാൻ വിടത്തില്ല. അവനെ വിടുക, തീർത്തും അവസാനിപ്പിച്ച് പോവുക. ഹബിയോടും കൂടെയാണ്. ഹബിക്ക് ലൂയിസുമായിട്ടുള്ള കണക്ഷനും എനിക്കറിയാം. അതെ, നിങ്ങൾ അറിഞ്ഞത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. പക്ഷെ എനിക്ക് നിങ്ങളുടെ മോനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് ഞാൻ എൻ്റെ മനസ്സിൽ തൊട്ട് പറയുന്ന കാര്യമാണ്, കേട്ടല്ലോ. ബന്ധമില്ലാത്തതോ അതോ എൻ്റെ മോൻ എൻ്റെ സ്വഭാവം നിന്റെ അടുത്ത് കാണിച്ചതോ? അവൻ നിന്നെ ചതിച്ചതാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം മോനെ. വാട്ട് ദ ഫക്ക്? അപ്പം ഇത് എന്തൊക്കെയാ പറയുന്നേ ഇയാള്? നീ എന്താ ഇതൊന്നും എന്നോട് പറയാത്തേ? കാശി, ഇത് പറയാനാണ് ഞാൻ നിൻ്റെ അടുത്ത് ഇന്ന് സംസാരിക്കാൻ വന്നത്. ശരിയാ, അവൻ എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞു വന്നു. ഞാൻ സമ്മതിക്കുക, ഞാനും അവൻ്റെ ഇതിൽ വീണു. ബട്ട് പിന്നെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടടാ അവൻ എങ്ങനെയുള്ളവനാന്ന്. ഇങ്ങേരെ പോലെ തന്നെയാണ് ഇങ്ങേരെ എല്ലാ മക്കളും. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് നിൻ്റെ അടുത്ത് വന്നത്. എല്ലാ മക്കളും അല്ല, ലൂയിസും ഇങ്ങേര് തന്നെയാണ്. പിന്നെ ഇപ്പം ഇങ്ങേര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ എന്നെ അടുപ്പിക്കാനാണ്. ഞാൻ നിൻ്റെ അടുത്ത് പറയാത്ത കാര്യം പറഞ്ഞ് അടുപ്പിക്കാനായിട്ട്. എന്നാൽ സ്റ്റീഫൻ ഇച്ചാനൊരു കാര്യം കേട്ടോ, അത് നിങ്ങളെ ജന്മത്ത് തലകുത്തി നിന്നാലും നടക്കത്തില്ല. നിങ്ങളുടെ മോൻ ലൂക്ക പണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരുപാട് നോക്കിയത് അതിന് എന്നെ അവനെ ഒന്ന് അടുപ്പിക്കാനായിട്ട്. അവൻ കുനിഞ്ഞു നിന്ന് മുക്കറ ഇട്ടതല്ലാതെ അത് നടന്നിട്ടില്ല. അതുകൊണ്ട് നോക്കിയെടുത്തിന് തന്ത നോക്കിയാലും നടക്കാൻ പോകുന്നില്ല. പിന്നെ ഇത് എൻ്റെ അടുത്ത് പറയാത്തതിന് അവൻ്റെ അടുത്ത് എനിക്ക് ചെറിയ അരിശം കാണും. അത് ഞാൻ അവൻ്റെ അടുത്ത് പ്രകടിപ്പിക്കത്തുമില്ല. കാരണം ഞങ്ങൾ അങ്ങനെയാണ് വളർന്നത്. എനിക്ക് നിൻ്റെ അടുത്ത് ഒന്നുമില്ലടാ. കാരണം നീ എൻ്റെ അടുത്ത് ഇത് പറയാത്തോണ്ടാ നിനക്ക് ഇത്രയും വലിയ ചതിവ് പറ്റിയത്. അത് നീ ആദ്യം മനസ്സിലാക്കും. പിന്നെ നിങ്ങളിനി എന്തൊക്കെ തരാമെന്ന് പറഞ്ഞാലും ലൂക്കയെ ഞാൻ വിടത്തില്ല. കാരണം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എനിക്ക് അവനോടുള്ള സ്നേഹം. വർഷങ്ങളായിട്ട് അതവൻ അക്സെപ്റ്റ് ചെയ്തു. അവനും എന്നെ വേണമെന്നും പറഞ്ഞു വന്നു. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ആരെയും ഞാൻ എന്തായാലും ചതിക്കത്തില്ല, അത് ഉറപ്പാണ്. അതിന് നിങ്ങൾ കോടികൾ തരാമെന്ന് പറഞ്ഞാലും ഇൻട്രസ്റ്റിംഗ്. അതെനിക്കറിയാം. ഞാൻ കോടികൾ തരാമെന്ന് പറഞ്ഞാലും നീ അവനെ വിട്ട് വരത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ കല്യാണി വർമ്മ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത്. എനിക്ക് വേണ്ടത് നിസ്സാരമായ കാര്യമാണ്. നിസ്സാരമായ കാര്യം എന്ന് പറഞ്ഞാൽ വെറും നിസ്സാരം, വേറൊന്നുമല്ല. നിങ്ങളിട്ടിരിക്കുന്ന ഡ്രസ്സ് ഊരി ഇവിടെ വച്ചിട്ട് ആ വരുന്ന വണ്ടി കയറി പോവുക. ആ വണ്ടി അവിടെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ആ വണ്ടി കയറി പോയില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും പറ്റില്ല. ഓക്കെ ഫൈൻ, നിനക്ക് ലൂക്കയെ കെട്ടാം, നിനക്ക് ലൂയിസിനെ എന്തോ കെട്ടാതിരിക്കാം, എനിക്കതറിയണ്ട. പക്ഷേ കല്യാണി വർമ്മയുടെ ജീവൻ പോയിട്ടായിരിക്കും നീയൊക്കെ മധുവിധം ആഘോഷിക്കുന്നത്. നോ ഡോണ്ട് ഡു ദാറ്റ്. അബി വാ, നമുക്ക് പോവാം. ഇയാൾ പറയുന്നത് എവിടെയാണെന്ന് വെച്ചാൽ പോവാം. എടാ കല്ലു, എനിക്ക് പേടിയടാ. കല്ലുവിൻ്റെ അടുത്ത് ഇയാൾ ആൾക്കാരുണ്ട്, നമുക്ക് ഉറപ്പായതല്ലേ. എൻ്റെ കാശി, അങ്ങനെയൊന്നും ഒരു കൊച്ചിനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? എടാ ഇയാൾ ഇത് പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തുക. എനിക്കതിൻ്റെ ആവശ്യമില്ല ബി. നിനക്ക് വീണ്ടും കുറച്ചുകൂടി തെളിവ് വേണമായിരിക്കുമല്ലേ? ഞാൻ തരാം. ഹലോ മോളെ. അങ്കിളെ, എന്താ ചേട്ടൻ വരാത്തെ? ഒത്തിരി നേരമായല്ലോ. ഞാനാണെങ്കിൽ ഇവിടെ എത്ര നേരമായി നിൽക്കുക. കോൺവെന്റ് ഇപ്പോൾ അടയ്ക്കൂ. അതിന് മുമ്പേ പോയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പേടിയാവുക. അങ്കിൾ അവൻ്റെ അടുത്ത് എത്തി ഫോൺ കൊടുക്കുവോ? മോളെ, ചേട്ടൻ്റെ അടുത്ത് എത്താറായി. എത്തിയിട്ട് ഫോണ് കൊടുക്കാം. മോള് പേടിക്കണ്ട.
അടുത്ത് വേറെ അങ്കിളുമാരൊക്കെ ഒരുപാട് പേരില്ലേ, അവരുടെ കയ്യിൽ ഗണ്ണൊക്കെ ഉണ്ട്. മോള് പേടിക്കണ്ട കേട്ടോ, മോള് സേഫാ. എന്നാ അങ്കിൾ എത്തിയിട്ട് വിളിക്കാവേ, മോള് വെച്ചോ. ഇതുവരെ നിന്റെ പെങ്ങള് സേഫാ. ഞാനൊരു കോള് വിളിച്ചാ നിന്റെ പെങ്ങള് പരലോകത്ത് നിന്ന് കറങ്ങും. അത് വേണോ അതോ നീയായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇട്ടിരിക്കുന്ന ഡ്രസ്സും എല്ലാം ചെരുപ്പ് ഉൾപ്പെടെ ഊരി വെച്ചിട്ട് ഇതോ ആ കാണുന്നത് എടുത്തിട്ട് കൊണ്ട് ആ വെയിറ്റ് ചെയ്യുന്ന കാർ കയറി പോവുക. എവിടെയാ പോന്നേ, എന്തിനാ പോന്നേ ഒന്നും ചോദിക്കരുത്. നിന്റെ അനിയത്തിയ ജീവനോടെ വേണമെങ്കിൽ അതിൽ കയറി പോവുക, അത്രേ ഉള്ളൂ. ഇതാ പോകുമ്പോ ഇവനെ കൂടെ കൂട്ടിന് വിളിച്ചോ. പോകുന്നിടത്ത് കൂട്ടിന് ആളില്ലെന്ന് വേണ്ടല്ലോ. പോകുന്നുണ്ടോ അതോ ഞാൻ വിളിക്കണം? വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞില്ലേ ഞാൻ പൊക്കോളാം. അബി വാ പ്ലീസ്. അബി എടാ പ്ലീസ്, കല്ലു അവരെടുത്താ. എനിക്ക് അവളെ വെച്ച് റിസ്ക് എടുക്കാൻ വയ്യ. പ്ലീസ് വാ, ചാവാനാണെങ്കിൽ ചാവാൻ. ഓക്കെ വരാം. സ്റ്റീഫൻ തൈപ്പറമ്പിലെ ഈ പോകുന്ന പോക്ക് ചത്തിട്ടല്ലെങ്കിൽ തിരിച്ചു വരും ഈ അബിയും കാശിയും തന്നെ ഒന്ന് കാണാനായിട്ട്. അതിന് നീയൊന്നും ഇനി പുറം ലോകം കാണില്ലല്ലോ. പിന്നെ ഞാൻ തന്ന വാക്ക് ഞാൻ പാലിക്കും. നിന്റെ അനിയത്തി സേഫ് ആയിരിക്കും. അത് നീ എവിടെ ആയാലും അതിനുള്ള തെളിവ് നിന്റെ മുമ്പിൽ എത്തിയിരിക്കും, അവൾ സേഫ് ആണെന്നുള്ളതിൻ്റെ. പോ. അതിനുശേഷം ഞങ്ങൾ കണ്ണു തുറക്കും. മലയാളം പോലും അറിഞ്ഞാത്ത ഒരു പറ്റം ആൾക്കാരുടെ ഇടയിലായിരുന്നു. അതിനുശേഷം അവിടെ എന്താ നടന്നതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അതൊക്കെ ഈ ചെറുക്കൻ പറഞ്ഞാൽ ഞങ്ങൾക്കറിയാമെന്നുള്ള. പക്ഷേ ഞങ്ങളവിടെ എത്തി. ബോധം വന്നപ്പോൾ ജയിലിലായിരുന്നു, അതുമാത്രം അറിയാം. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ്റെ പേരിലൊരു ലെറ്റർ വന്നു. കല്ലുവിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിനുള്ള ലെറ്ററായിരുന്നു. സുഖാണോ, ഏട്ടൻ ദുബായിലാണെന്ന് അങ്കിള് പറഞ്ഞു. അങ്ങനെ എന്തൊക്കെയോ മണ്ടത്തരം. അവള് സേഫാന്ന് അറിഞ്ഞപ്പോൾ അതിന് നരകമായാലും കുഴപ്പമില്ലെന്ന് ഞാനും അവനും അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ 3 വർഷം ഞങ്ങളവിടെ കഴിച്ചു കൂട്ടി. 3 വർഷങ്ങൾക്ക് ശേഷം ഇതാ ബബിളു എന്ന ദൈവം ഞങ്ങളെ പുറം ലോകം കാണിച്ചിരിക്കും. നിന്റെ അടുത്ത് ഞങ്ങൾക്ക് എപ്പോഴും കടപ്പാടുമാണ്. ബിക്കോസ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ഇനി നീ ചെയ്യേണ്ട, ഞങ്ങൾക്ക് കുറച്ച് പൈസ തരാം, നാട്ടിലോട്ട് 2 ടിക്കറ്റ് എടുത്ത് തരാം. രാവിലെ തന്നെ പറ്റുമെങ്കിൽ മോർണിംഗ് ട്രെയിനിൽ തന്നെ ഞങ്ങൾക്ക് കല്ലൂനെ കാണണം, റാമിനെ കാണണം. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾക്കൊരു ജോലി സെറ്റ് ചെയ്ത് തരാം, താമസിക്കാൻ ഒരു വീടും ചെയ്ത് തരാം. വിരോധമില്ലെങ്കിൽ ഞങ്ങൾ നിൻ്റെ കൂടെ താമസിച്ചോളാം. ഇത്രയും ചെയ്ത് തന്നാൽ നിൻ്റെ ആ റെസ്പോൺസിബിലിറ്റി തീർന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറക്കിയല്ല, അതുവരെ നീ ഞങ്ങളെ നോക്കി പറ്റും. അപ്പോൾ നാളെ രാവിലെ ഞങ്ങളെ ട്രെയിൻ കയറ്റി വിട്ടിട്ട് പിന്നെ ബാക്കി കാര്യം കേട്ടോ. ബെസ്റ്റ് 2 ഫ്ലാറ്റ്. ഇനി അതിനെ 2 എടുത്തോണ്ട് ഈ റൂമിൽ കൊണ്ടിടുക. നീ ടിക്കറ്റൊക്കെ എടുക്കണ്ടേ? ഇവര് പറഞ്ഞ പോലെ രാവിലെ തന്നെ പോവും. അറിയില്ല. എന്തായാലും ഇവർക്ക് വേണ്ട എല്ലാം ഞാൻ ചെയ്തു കൊടുക്കും. നീ എടുക്ക്. കഷിടാ ഇതാ ട്രെയിൻ. അല്ല, നിങ്ങൾ രാവിലെ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇത്ര വെളുപ്പിന് പോവാന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങളിനി എന്നാ മടങ്ങി വരുന്നേ? നീ പേടിക്കണ്ട, ഞങ്ങൾ 2-3 ദിവസത്തിനകത്ത് വരും. അവരെ പോയി കാണണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളൊന്ന് കയറട്ടെ. പിന്നെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമൊന്നും മറക്കണ്ട. നീ ജോലിയൊക്കെ ഒപ്പിച്ച് വെച്ചോ, ഞങ്ങൾ എന്തായാലും വരും. അതേതായാലും ഞങ്ങൾ മറക്കില്ല. നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കൊരു അടിപൊളി ജോലി ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. പോരെ? സന്തോഷമായിട്ട് പോയിട്ടോ. അപ്പോൾ ശരി എന്നാടാ, ബൈ.
ഇതിപ്പോൾ കുറേ നേരം ആയല്ലോ, ഇവിടെയൊക്കെ അങ്ങ് മാറിപ്പോയല്ലോ. ഓഹ്, ആ പന്നിയോട് ഞാൻ പറഞ്ഞതടാ എൻ്റെ കൂടെ നിൽക്ക്. അവനെ കാണാനുള്ള ആക്രാന്തം കാരണം വീട്ടിലോട്ട് ഓടി. ഇതിപ്പോൾ ആരോടാ ചോദിക്കുക? പഴയ ആൾക്കാരെയൊന്നും കാണാനുമില്ല. എക്സ്ക്യൂസ് മീ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ഐ എം ഫാദർ ഡേവിഡ്. ആരെങ്കിലും കാണാൻ വന്നതോ അല്ലെങ്കിൽ തിരക്ക് വന്നതോ അങ്ങനാണോ? ആ അതെ, എൻ്റെ സിസ്റ്റർ ഇവിടുത്തെ കോൺവെൻറ്റിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവളെ കാണാൻ വന്നതാണ്. ഞാനിപ്പോൾ ഒരു 3 years അങ്ങ് ജോലിയുടെ ആവശ്യമായിട്ട് പുറത്തായിരുന്നു. അപ്പോൾ വന്നപ്പോൾ ഇവിടേക്ക് അങ്ങ് ആകെ മാറി. ഇപ്പോൾ ഈ ഗേൾസിൻ്റെ കോൺവെൻറ്റ്, അതായത് ഹോസ്റ്റൽ എവിടെയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒന്ന് അവളെ പോയി കണ്ടേനെ. ആണല്ലേ? ഇപ്പം എല്ലാവരും മാറി ഇങ്ങോട്ടാണ് വരുന്നത്. ഇത് ചർച്ചിൻ്റെ വേറെ ആവശ്യങ്ങൾക്കുള്ള സ്ഥലങ്ങളാക്കി. ഗേൾസിൻ്റെ കോൺവെൻ്റൊക്കെ ആ സൈഡിലോട്ടാണ്, അങ്ങോട്ട് പോയാൽ മതി. ഇപ്പോൾ ഇവിടെ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ വന്നതിന് ശേഷം ഇവിടെ നിന്ന് കുറേ കുട്ടികളെ അഡോപ്റ്റ് ചെയ്തായിരുന്നു ആൾക്കാർ. അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ ഇതൊരു കമ്പനി ഏറ്റെടുക്കുമായിരുന്നു. ഇപ്പോൾ അവരുടെ മേൽനോട്ടത്തിൽ. അതുകൊണ്ട് പുതിയ കെട്ടിടങ്ങളെയൊക്കെ പണി നടക്കുക. അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ടാണ് എല്ലാം മാറി തിരിഞ്ഞ് നടക്കുന്നത്. അങ്ങോട്ട് പോയാൽ മതി, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ശരി. ശരി, താങ്ക് യു. ഇവനിനി രാവിലെ വരത്തില്ലേ? ഇവ എന്നാലും ഇപ്പം എവിടെ ഇരിക്കും? എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. താക്കോലിനി എപ്പോഴും വയ്ക്കുന്ന സ്ഥലത്ത് തന്നെയാണോ എന്തോ വച്ചേക്കുന്നത്? പോയി നോക്കാം. പോയി നോക്കി റൂമിൽ കയറി വെയിറ്റ് ചെയ്തിരിക്കും. അവൻ വരുമ്പോൾ അവന് സർപ്രൈസ് ആയിക്കോട്ടെ. മരിച്ചെന്ന് പറഞ്ഞാൽ അനിയെ മുമ്പ് വന്ന് നിൽക്കുന്നു. എങ്ങനെ ഉണ്ടാകും? ത്രില്ലിംഗ് ആയിരിക്കും. എന്നെ കൊണ്ട് മാത്രമേ ഇതിനൊക്കെ പറ്റുള്ളൂ. കമോൺ അബി, കമോൺ. എടോ, താൻ ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. എനിക്ക് തന്നോട് ദേഷ്യപ്പെടാനോ ഒന്നിനും താല്പര്യമില്ല. സമാധാനത്തോടെ ഞാൻ സംസാരിക്കത്തുള്ളൂ. താൻ ഈ പറയുന്ന പേരിലുള്ള പെൺകുട്ടി ഇവിടെ ഇല്ല. ഉണ്ടെങ്കിൽ ഞാൻ തന്നെ മുമ്പ് എടുത്തോടൊന്നും നിർത്തത്തില്ലേ? ഇല്ല. പിന്നെ ഞാൻ ഇവിടെ കയറിയിട്ട് ആകെപ്പാടെ ഒരു 4 മാസം ആവത്തേ ഉള്ളൂ. എനിക്കറിയാന്നുള്ള പെൺകുട്ടികളുടെ ലിസ്റ്റും എല്ലാം ഇവിടെ ഉണ്ട്. അതിലൊക്കെ ഞാൻ നോക്കി. ഈ പേരിലുള്ള പെൺകുട്ടി ഇവിടെ ഇല്ല. പിന്നെ ആകെ ഉള്ളൊരു കൊച്ചിനെ കൊണ്ടുവന്നപ്പോൾ താൻ പറഞ്ഞു അതല്ല, അത്ര ചെറുതല്ല, വലിയ കൊച്ചാണ്. പിന്നെ ഞാൻ ഇനി എവിടെ നിന്ന് എടുത്തോണ്ട് തരാനാ? അതെങ്ങനെയാ ശരിയാവുന്നേ? നിങ്ങളിങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ഞാൻ എൻ്റെ പെങ്ങളെ അത്ര വിശ്വാസമുള്ളതുകൊണ്ടല്ലോ ഇവിടെ നിർത്തിയിട്ട് പോയത്. ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നിങ്ങൾ ഇങ്ങനെ ഇത്ര കെയർലെസ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നേ? എന്താ പ്രശ്നം? സിസ്റ്ററെ, ഈ നിൽക്കുന്ന പയ്യന്റെ അനിയത്തി ഒന്നും ഇവിടെ ഉണ്ടായിരുന്നു. കല്യാണി വർമ്മ എന്നാ പേര്. ആ കുട്ടിയുടെ ഞാൻ അകത്ത് പോയി നോക്കിയായിരുന്നു. ഒരു കൊച്ചേ ഉള്ളൂ കല്യാണി എന്ന്. പക്ഷെ അത് കല്യാണി വർമ്മയല്ല, കല്യാണി മേനോനാ. ഞാൻ ആ കുട്ടിയെ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പൊ ഇയാള് പറഞ്ഞു അതല്ലാന്ന്. പിന്നെ ഇവിടെ വേറെ കല്യാണി ഇല്ല. ഞാൻ എന്ത് ചെയ്യാനാ? കിടന്ന് തർക്കിക്കുക. അതാണോ പ്രശ്നം? ആലീസ് അകത്ത് പോ, ഞാൻ സംസാരിക്കാം. കാശിയല്ലേ മോനെന്നെ ഓർമ്മയില്ലേ? സിസ്റ്റർ മറിയ കല്യാണം ഇവിടെ ആക്കാൻ വന്നപ്പോ എല്ലാ കാര്യങ്ങളുടെയും ഇതൊക്കെ ചെയ്തെന്ന ഞാനാ. ഓർമ്മ ഉണ്ടോ? സിസ്റ്റർ, ഇപ്പം അതൊന്നുമല്ല പ്രശ്നം. എനിക്ക് ഓർമ്മ ഉണ്ട്. പക്ഷെ കല്ലു ഇവിടെ. കല്ലുവിനെ ഞാൻ നിങ്ങളുടെ അടുത്തല്ലേ ആക്കിയിട്ട് പോയാ. അത്ര വിശ്വാസമുള്ളതുകൊണ്ടല്ലേ ഒരാളുടെ അടുത്ത് നമ്മൾ ആക്കുന്നേ. അവളെ എനിക്ക് കണ്ടേ പറ്റൂ. അവളെവിടെ? അവളെ കാണാനാണ് ഞാൻ ഇത്ര ദൂരം ഓടി വന്നേ. നോക്ക് മോനെ, എനിക്ക് മോനോട് ഇത് പറയാൻ വിഷമമുണ്ട്. എന്നാലും പറയാം. കല്ലുവിനെ അഡോപ്റ്റ് ചെയ്തു ഒരു ഫാമിലി. നല്ലൊരു റിച്ച് ഫാമിലി ആയിരുന്നു. അവരിങ്ങോട്ട് തന്നെ വന്നാണ് കല്ലുവിനെ ആവശ്യപ്പെട്ടത്. സ്കൂളിലോ എന്തോ മറ്റോ വെച്ച് കണ്ടെന്നാ പറഞ്ഞത്. ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ തിരക്കി കൊള്ളാൻ തോന്നിയപ്പോൾ അവരെ അങ്ങ് കൊടുത്തു. പക്ഷേ അത് കൊടുക്കുന്നതിന്റെ മെയിൻ റീസൺ അവരുടെ ബാക്ക്ഗ്രൗണ്ട് തപ്പിയുണ്ടോ അല്ലെങ്കിൽ കുറച്ച് കാശുള്ളതുകൊണ്ടോ ഒന്നുമല്ല. മോനെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞായിരുന്നു. മോൻ മരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അറിഞ്ഞു. പിന്നെ മോന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിൽ കിട്ടി. അത് ഞങ്ങൾ കല്ലുവിനെ അറിയിച്ചായിരുന്നു മോൻ മരിച്ചു എന്ന്. ഇതെല്ലാം അറിഞ്ഞിട്ടാണ് ഞങ്ങൾ കല്ലുമോളെ അഡോപ്റ്റ് ചെയ്യാൻ സമ്മതിച്ചത്. അല്ലെങ്കിൽ ഒരിക്കലും ഞങ്ങളത് ചെയ്യില്ല. അത് മോനെ നന്നായിട്ട് അറിയാലോ. ഇപ്പൊ പിന്നെ മോൻ ഇല്ല ഉയർത്തെഴുന്നേച്ച പോലെ മുമ്പ് വന്ന് നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ ഉത്തരവില്ല. പിന്നെ ആരാ അഡോപ്റ്റ് ചെയ്തെന്നുള്ള ഫാമിലി ഡീറ്റെയിൽസോ ഒന്നും അവരാർക്കും കൊടുക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നതാ. കാരണം എന്താ സംഭവിക്കുക, നാളെ എന്താ സംഭവിക്കുക, ഇതൊന്നും അറിയില്ല. അതുകൊണ്ട് ആര് ചോദിച്ചാലും കൊടുക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിലൊന്നും അതൊന്നും ഇല്ലേ താനും. പിന്നെ ഇവിടെ പുതിയ പരിപാടിയും കെട്ടിട പരിപാടിയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ അതെല്ലാം എടുത്ത് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി കിടക്കുക. ഇനി എങ്ങാനും അത് വേണമെങ്കിൽ തന്നെ തപ്പിയെടുത്ത് തരുമ്പോൾ തന്നെ 3-4 ദിവസമാവും. അത്രയും ദിവസം മോനെ വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വെയിറ്റ് ചെയ്യും. ഞാൻ എന്നാൽ അത് അന്വേഷിച്ചെടുത്ത് തരാം. ശരി. അല്ല സിസ്റ്ററെ,
ഇതെങ്ങനെ ഇവർക്ക് ഇത്ര സിമ്പിളായിട്ട് പറഞ്ഞു പോകാൻ പറ്റുന്നേ? എൻ്റെ അനിയത്തിയല്ലേ, ആർക്കെങ്കിലും ഒക്കെ എടുത്തു കൊടുത്ത്. ഓ അപ്പൊ നീ എവിടെയാണോ മൈര്? നീനെ വിളിച്ചാലും ഫോൺ എടുക്കത്തില്ല അവൻ.